ജയ ശ്രീകൃഷ്ണ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മലിനമേനെ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്യതം തം സജീവം. ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്യതച്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവാ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. ഓം ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധം അധ്യായം 29 ശ്ലോകം 29-30. സർവ വികൽപ്പങ്ങളുടെയും ഉത്തരം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. ആദിസോന്നപാനാമാസൻ കുക്ഷന്ദ്രനടായ നദ്യ സമുദ്രച്ചതോ സൃഷ്ടി പുഷ്ടി സദാശ്രയേ. ആദിസോ അന്നപാനാമാസൻ കുക്ഷീന്ദ്രനാടയ നദ്യ സമുദ്രച്ചതോ തുഷ്ടി പുഷ്ടി സദാശ്രയേ. ആദിസോ അന്നപാനാമാസൻ കുക്ഷന്ദ്രനാടയഃ നദ്യ സമുദ്രച്ചതോ തുഷ്ടി പുഷ്ടി സദാശ്രയേ. ആദിസോ സ്വീകരിക്കുവാൻ ഇച്ഛിക്കയാൽ അന്നപാനാനാം ഭക്ഷണവും പാനീയവും ആസൻ അവിടെ സംഭവിച്ചു. കുഷി ഉദരം, ആന്ധ്രം കുടൽ, നാദായഹ ധമനികളും ശുദ്ധ രക്തവാഹിനികളും, നദ്യ നദികളും, സമുദ്രങ്ങളും, ചാവും തയോ അവയുടെ തുഷ്ടി ജീവിത സന്ധാരണം അതായത് പോഷണം, പുഷ്ടി പോഷണോപാവസനം തത് അവയുടെ ആശ്രയ ഉറവിടം. വിവർത്തനത്തിനും ഭാവാർത്ഥത്തിനും ശ്രീ ശീലപ്രഭാതിക്ക് ജയ്. ഭക്ഷണവും പാനീയവും സ്വീകരിക്കുവാനുള്ള ഇച്ഛയുണ്ടായപ്പോൾ ഉദരവും ശുദ്ധ രക്തവാഹിനികളും സ്വസ്പഷ്ടമായി തീർന്നു. നദികളും സമുദ്രങ്ങളും അവയുടെ ജീവസദ്ധാരണത്തിന്റെ പോഷണോപാവജനത്തിന്റെയും ഉറവിടമാകുന്നു. ആന്ധ്രങ്ങളുടെ വൻകുടലിന്റെയും ചെറുകുടലിന്റെയും നിയന്ത്രക ദേവന്മാർ നദികളുടെയും ശുദ്ധ രക്തവാഹിനികളുടെയും ഇവിടേത് സമുദ്രവുമാകുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളുമായുള്ള. കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉണ്ട്
നീന്ത്രദേവന്മാർ നദികളും ശുദ്ധ രത്നവാഹിനികളുടെയും സമുദ്രമാകുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളാലും പാനീയങ്ങളാലുമുള്ള ഉദരപൂരണം ജീവസന്ധാരണത്തിന്റെയും ഹേതുവാകും. ഉപാപചയം അഥവാ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും പാനീയങ്ങളുടെയും ചായാപചയം ശാരീരിക ഊർജിഷ്ടത്തെ നികർത്തുകയും ചെയ്യുന്നു. ആകയാൽ ശരീരത്തിന്റെ ആരോഗ്യം കുടലുകളുടെയും ധമനികളുടെയും ആരോഗ്യകരമായ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു. നദികളും കടലുകളും രണ്ടിന്റെയും ദേവന്മാരാകയാൽ ആന്ത്രങ്ങളെയും രക്തവാഹിനികളെയും ആരോഗ്യകരമായി കാത്തു സൂക്ഷിക്കുന്നു. ശ്ലോകം 30. നിത്യാസൂരാത്മമായ യാം ഹൃദയം നിരഭ്യത തതോ മനഞ്ചന്ദ്ര ഇതി സങ്കൽപകാമയേവ ച നിത്യോസൂരാത്മയാം ഹൃദയം നിരഭ്യത തതോ മനഞ്ചന്ദ്ര ഇതി സങ്കൽപകാമയേവ ച ആത്മാമായ ഹൃദയം നിരപദ്യത തതോ മനഞ്ചന്ദ്ര ഇതി സങ്കൽപ കാമയേവ ച നിദ്വസു അറിയുവാൻ ഇച്ഛവാകയാൽ ആത്മമായയാം സീയമായ ശക്തി ഹൃദയ മനസ്സിന്റെ സ്ഥാനം നിരപദ്യത ആവിഷ്കരിക്കപ്പെടുന്നു. തതഃ അതിനുശേഷം മനസ്സ് ചന്ദ്രൻ മനസ്സിന്റെ നിയന്ത്രക ദേവൻ ചന്ദ്രൻ ഇതി അതിൽ പ്രകാരം സങ്കല്പം കാമ ഇച്ഛ ഏവ എത്രത്തോളം ചാവും മാത്രമല്ല വിവർത്തനത്തിന് ഭാവാർത്ഥത്തിനും ശ്രീശീല പ്രഭുവാദിക്ക് ജയ്. അനന്തരം ഭഗവാന് അദ്ദേഹത്തിന്റെ സ്വർഗീയ ശക്തിയുടെ ലീലകളെ കുറിച്ച് മനനം ചെയ്യുവാനുള്ള ഇച്ഛയുണ്ടായപ്പോൾ ഹൃദയം, മനസ്സ്, ചന്ദ്രൻ, നിശ്ചലം, കാമം, എല്ലാവിധ അഭിലാഷങ്ങളും ഇത്യാദികൾ ആവിഷ്കൃതമായി തീർന്നു. ഭാവാർത്ഥം: ഓരോ ജീവസത്വയുടെയും അന്തരംഗം പരമദിവ്യോത്തമ പുരുഷന്റെ പൂർണ്ണ വിസ്തൃണമായ പരമാത്മാവിന്റെ ഇരിപ്പിടമാകുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാത്ത പക്ഷം ജീവസത്തയ്ക്ക് അവന്റെ പൂർവ ജന്മ കർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തന ശക്തിയിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. ഭൗതിക ലോകത്തിൽ വ്യവസ്ഥിതീകൃതമാക്കപ്പെട്ട ജീവസത്തുക്കൾ അവരിൽ സഹജമായ അവരവരുടെ പ്രവണതകളുടെ അഥവാ അഭിലാഷങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിയിൽ ആവിഷ്കൃതമാക്കപ്പെടുന്നു. അവരിൽ ഓരോരുത്തർക്കും പരമാത്മാവിന്റെ ശാസനപ്രകാരം ഭൗതിക ശക്തിയാൽ ആവശ്യമായ ഭൗതിക ശരീരം പ്രദാനം ചെയ്യുന്നു. ഭഗവത്ഗീത 9:10 ഇത് വിശദമാക്കിയിരിക്കുന്നു. ആകയാൽ ബദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പരമാത്മാവ് കുടികൊള്ളുമ്പോൾ ആവശ്യമായ മനസ്സ് ബദ്ധാത്മാവിൽ ആവിഷ്കരിക്കപ്പെടുകയും ഒരുവൻ ഒരു ലഘു മയക്കത്തിൽ നിന്നും ഉണർന്നുടൻ സ്വന്തം കർത്തവ്യങ്ങളെ കുറിച്ച് ബോധവാനാകുന്നത് പോലെ ജീവസത്ത അവന്റെ സ്വാഭാവിക കർമ്മങ്ങളെ കുറിച്ച് ബോധമുള്ളവനായിത്തീരുന്നു. ആകയാൽ അപ്പോൾ പരമാത്മാവ് ജീവസത്തയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്നുവോ അപ്പോൾ ജീവസത്തയുടെ ഭൗതികമായ മനസ്സ് വികാസം പ്രാപിക്കുന്നു. അതിനുശേഷം മനസ്സ് നിയന്ത്രകദേവൻ ചന്ദ്രൻ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ചിന്ത, വികാര, അഭിലാഷം എന്നിവയെല്ലാം ഉടലെടുക്കുന്നു. മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഹൃദയത്തിന്റെ ആവിർഭാവം കൂടാതെ കഴിയുകയില്ല. പിന്നെ ഭൗതിക സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുവാൻ ഭഗവാൻ ഇച്ഛിക്കുമ്പോൾ ഹൃദയം ആവിഷ്കൃതമായി തീരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 30 ശ്ലോകങ്ങൾ 29-30 ശ്ലോകങ്ങൾ. ഇപ്പൊ ഇത്രയും ദിവസം നമ്മള് ജ്ഞാനേന്ദ്രിയങ്ങളുടേത് പറഞ്ഞു, പിന്നീട് കർമ്മേന്ദ്രിയങ്ങൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി നമ്മള് ഈ ഒരു കർമ്മേന്ദ്രിയങ്ങളിൽ തന്നെ, ശരിക്കും അത് കർമ്മേന്ദ്രിയങ്ങളിലല്ല പെടുന്നത് എങ്കിലും അതിന്റെ ഒരു സട്ടിൽ ആയിട്ടുള്ള ഭാഗമാണ് പറയുന്നത്. ആദിത്സോരന്നപാനം, അന്നവും പാനവും എന്താണ് കഴിക്കുക.
കുടിക്കുക, കഴിക്കുക. അങ്ങനെ ഇഷ്ടം വന്നപ്പോഴ് ഭഗവാൻ ആ വിരാട് രൂപത്തിന് ഒരു ആഗ്രഹം വന്നപ്പോഴ് എന്ത് സൃഷ്ടിക്കപ്പെട്ടു? കുക്ഷി. കുക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദരം സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ കഴിക്കുന്നത് കുടിക്കുന്നത് എല്ലാം എവിടേക്കാ പോകുന്നത്? കുക്ഷിയിലേക്ക്, ഉദരത്തിലേക്കാണ് പോകുന്നത്, അല്ലെ? പിന്നെ ഇവിടെ ആന്ത്രം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. നാടയഹ, നാഡികള്. നാടയഹ എന്ന് പറയുമ്പോൾ നാഡികള്, ധമനികള്, അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകള്. ഇവിടെ നമുക്ക് മലയാളത്തില് ശബ്ദാർത്ഥം കൊടുത്തിട്ടുണ്ട് ശുദ്ധ രക്തവാഹിനികൾ എന്ന്. അശുദ്ധ രക്തവാഹിനികളും വേറെ ഉണ്ട്. അപ്പോ അതിനെ സെപ്പറേറ്റ് ചിലപ്പോൾ ഇതില് ശ്ലോകം വരുമായിരിക്കും, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. രണ്ടും വരുമായിരിക്കാം. ഇവിടെ ആന്ത്രം എന്ന് പറഞ്ഞാല് ഇൻഡസ്റ്റൈൻ എന്നുള്ള വാക്കാണ്. വൻകുടലുണ്ട്, ചെറുകുടലുണ്ട് നമുക്ക്. നമ്മുടെ ജീവസത്തകൾക്ക് ശരീരത്തിനുള്ളിൽ നമുക്ക് സയൻസ് ഇതാക്കാൻ നമുക്കറിയാം, ചെറുകുടലും വൻകുടലും ഒക്കെയും. പക്ഷെ ഇവിടെ ചേർത്ത് ആന്ത്രം, കുടൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് കുടൽ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് ഉള്ളിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇപ്പോൾ ഡോക്ടേഴ്സ് ഒക്കെ കീറിമുറിച്ച് പഠിക്കുന്ന സമയത്ത് ശരീരത്തിനുള്ളിൽ ചെറുകുടലും വൻകുടലും ഒക്കെ ഉണ്ട്. ഓരോരോ ഓർഗൻസ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാല് സട്ടിലായിട്ടുള്ള ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. സട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് ആ ഒരു അവയവത്തിന്റെ കഴിവിനെയാണ് ഉദ്ദേശിക്കുന്നത്. കഴിവ് എന്ന് പറഞ്ഞാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി, ചെവികൾക്കാണെങ്കിൽ കേൾവി ശക്തി. ആ ഒരു ശക്തിയാണ് എന്തെന്ന് പറയുന്നത്, അത് എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത്, ആ ഒരു കർമ്മം എന്താണോ ചെയ്യുന്നത് അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയും ആ ഒരു കഴിവ് എന്താണോ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷില് തർജ്ജമ ചെയ്യുമ്പോൾ, സംസ്കൃതത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള പകരമായിട്ടുള്ള വാക്ക് ഏതാണോ അത് കിട്ടാത്തത് കൊണ്ടാണ് ഇൻറ്റസ്റ്റൈൻസ് എന്ന് കൊടുത്തത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മലയാളത്തിലേക്ക് തർജ്ജമ വന്നതുകൊണ്ടാണ് ഇവിടെ കുടൽ എന്നുള്ള ഒരു ഇത് എടുത്തിരിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തായാലും അതിനെ ആ ഒരു തരത്തിൽ മനസ്സിലാക്കുക. എന്തായാലും വൻകുടലിന്റെയും ചെറുകുടലിന്റെയും ഒക്കെ ഫങ്ഷൻ എന്താണോ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കുടലിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ആ കുടലുകളുടെ ശക്തി, പിന്നീട് നാഡികള്, ഇതെല്ലാം ഉത്പത്തിയാക്കപ്പെട്ടു, അല്ലെ? അതായിരിക്കും അതിന്റെ കറക്റ്റ് വാക്കെന്ന് പറയുന്നത്. ഇനി ഓരോരോ അവയവങ്ങളും അതിന്റെ ശക്തിയും ഒക്കെയും ഉത്പത്തിയാക്കപ്പെട്ടതിനെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്, അല്ലെ? അപ്പോ ഇനി എന്ത് വരണം? അതിന്റെ സെൻസ് ദേവത ഏതാണോ, ഈ ഒരു അവയവങ്ങൾക്ക് ഓരോരോ ദേവതകളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ അവയവങ്ങളുടെ ദേവത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നദ്യ സമുദ്രാശ്ച, നദിയും സമുദ്രവും. അപ്പൊ ഇവിടെ നദിയും സമുദ്രവും എങ്ങനെ ദേവതയാകാമെന്ന് ചോദിച്ചാല് അവിടെ എല്ലാം പേഴ്സോണിഫൈഡ് ദേവതകളുടെ കാര്യമാണ് പറയുന്നത്. പേഴ്സോണിഫൈഡ് എന്ന് പറയുമ്പോൾ വ്യക്തിരൂപത്തില്. നദി, നമ്മളിപ്പോ മത്സ്യം എന്ന് പറയുമ്പോൾ മത്സ്യകന്യക എന്നൊക്കെ പറയത്തില്ലേ, അതിനൊരു വ്യക്തി രൂപമുണ്ട്, അല്ലെ? അതുപോലെയാണ് ആ ഒരു സ്പിരിച്വൽ വേൾഡില്, ആധ്യാത്മിക ലോകത്ത് എല്ലാറ്റിനും ഒരു രൂപമുണ്ട്. ബുദ്ധിക്കും ജ്വരത്തിനും, ജ്വരം എന്ന് പറയുമ്പോൾ നമ്മുടെ പനി എന്ന് വിചാരിച്ചോളൂ, ആ പനി പോലും ഒരു വ്യക്തിയാണ് അവിടെ. അപ്പൊ വിഷ്ണു ജ്വരം, ശിവജ്വരം അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെയും എന്താണ്, വ്യക്തി രൂപങ്ങളുണ്ട് അവർക്കെല്ലാം. അപ്പൊ ഓരോന്നിനും, വാർദ്ധക്യത്തിന് ജര, നര ഒക്കെയും വ്യക്തിരൂപമാണ്. അവരെല്ലാം ഓരോ വ്യക്തികളാണ്. നമ്മൾക്കതൊന്നും അങ്ങോട്ട് കാണാനൊന്നും കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വ്യക്തിരൂപത്തിലുള്ള നദിയും വ്യക്തിരൂപത്തിലുള്ള സമുദ്രവും, അവരാണ് നമ്മുടെ ഈ കുടൽ ഭാഗം, അതിൻ്റെ ദേവതകൾ എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഏകാദശിയൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ആ ഒരു 11ാമത്തെ ദിവസം, 11 ഏകാദശി എന്ന് പറയുമ്പോൾ 11ാമത്തെ ദിവസം, ഈ ഒരു സമയത്ത് വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ സയന്റിഫിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വയറ്റിലൊന്നും അധികം വെള്ളം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രോഗികളായി മാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിർജ്ജല എടുക്കണമെന്ന് പറയുന്നത്. എല്ലാ ഏകാദശിക്കും നിർജ്ജല ഉപവാസം എടുക്കണം എന്നാണ് പറയുന്നത്. എല്ലാ ഏകാദശിയും നിർജ്ജല ഉപവാസം എടുക്കുന്നത് വഴി നമ്മുടെ ആരോഗ്യം പുഷ്ടിപ്പെടും. കൂടുതലായിട്ട് നമുക്ക് ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാനായിട്ട് കഴിയും. സയന്റിഫിക് ആയിട്ട് ഏകാദശിയുടെ കാര്യം പറയുന്നത് അങ്ങനെയാണ്. എന്തെന്നാൽ ഇല്ലെങ്കിൽ ആ ഒരു പുള്ളിങ്, അതിനെ വലിക്കുന്ന ഒരു ആകർഷണം ഉണ്ടാകും.
ആ ആകർഷണം ഉണ്ടാകുന്ന സമയത്ത് ജലം എവിടെ ഉണ്ടോ അവിടെ നിന്നൊരു ആകർഷണം അങ്ങോട്ടേക്ക് ഉണ്ടാവും അത്രേ. അപ്പൊ വേലിയേറ്റം വേലിയിറക്കം ഭാഗം ഒന്ന് സയൻസ് പഠിച്ചു നോക്കുക, അപ്പോഴാണ് അത് മനസ്സിലാവുക. ആ വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വയറ്റിനുള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ഒരു പുള്ളിങ്ങിന് കാരണമാവും. പക്ഷെ നമ്മുടെ ശരീരത്ത് വെള്ളം കുറവാണെങ്കിൽ അതിന് നമ്മൾ കാരണം ആകാതിരിക്കും. അവിടെയാണ് സയന്റിഫിക് ആയിട്ടുള്ള ഏകാദശിയുടെ ഒരു ഇത് വരുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട്, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അയ്യോ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ, സയൻസിൽ ഡോക്ടർ പറഞ്ഞത് 5 ലിറ്റർ വെള്ളം കുടിക്കാനാ, ഇതൊക്കെ തെറ്റാണ്. അപ്പൊ ഏകാദശിക്ക് വെള്ളം കുടിച്ചേ എടുക്കാൻ പറ്റുള്ളൂ ഉപവാസം. ഇങ്ങനെ ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് വളരെ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് ഏകാദശി ഉപവാസം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നദിയും സമുദ്രവും ഇവിടെ നമുക്കത് ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഉദരത്തില് കുടലും അതിന്റെ ശക്തിയും ഒക്കെയും സൃഷ്ടിക്കപ്പെട്ടു. എപ്പോഴാണ് സൃഷ്ടിക്കപ്പെട്ടത്? വിരാട് രൂപത്തിന് എപ്പോഴാണോ തിന്നുക കുടിക്കുക ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ രൂപപ്പെട്ടത്, ആ സമയത്ത് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് എന്താണ് ചെയ്യുന്നത്? തുഷ്ടിയും പുഷ്ടിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തയോഹോ തുഷ്ടി, തയോഹോ തുഷ്ടി, അതാണ് തയോസ് തുഷ്ടി. പിന്നെന്താണ്? പുഷ്ടി സ്തദ് ആശ്രയേ, പുഷ്ടി സ്തദ് ആശ്രയേ. അപ്പൊ തുഷ്ടിയും പുഷ്ടിയും എന്താണ്? തുഷ്ടി എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി. നമ്മൾ കഴിക്കാതെയും കുടിക്കാതെയും ഇരിക്കുമ്പോൾ ഏകാദശി ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാകും നമുക്കല്ലേ. അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു ആനന്ദം അനുഭവപ്പെടും, ഒരു സംതൃപ്തി അല്ലെ, തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അതിനെയാണ് പുഷ്ടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി തുഷ്ടി എന്ന് പറഞ്ഞാല് നമ്മള് ഭക്ഷണ സാധനങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പൊ ദ്രാവക രൂപത്തിലുള്ളത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തിയാണ് പുഷ്ടി എന്ന് പറയുന്നത്. ഭക്ഷണം അല്ലാതെ ഖരരൂപത്തില് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തിയെ നമ്മളിവിടെ തുഷ്ടി എന്ന് പറയുന്നു. അപ്പൊ തുഷ്ടിയും പുഷ്ടിയും ഉണ്ടാകുന്നു. അപ്പോ ഇതെല്ലാം തന്നെ നമ്മുടെ ആ ഒരു ഇന്റേണൽ ഓർഗൻസിനെ അനുബന്ധിച്ചാണ് പറയുന്നത്. അടുത്തത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്ന് പറഞ്ഞാല് ഇതെല്ലാം നമ്മുടെ അപചയം എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ഇൻഡൈജഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെയും നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ ടെക്നിക്കൽ വേർഡ്സ് ഇവിടെ അപചയം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മലയാളം ആ ഒരു അപചയം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടതില്ല, പരിചയമില്ല. പക്ഷെ എന്നാലും ആ ഒരു ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ബിക്കോസ് അത് ഉദരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് രക്തവാഹിനി, രക്തങ്ങൾ വഹിക്കുവാനുള്ള കുഴലുകൾ ഉണ്ടായത്, അതുപോലെ തന്നെ നമ്മുടെ ഉദരത്തിലെ കുടലുകളൊക്കെയും ആവിഷ്കൃതമായത്, ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് ശ്ലോകം 30 നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിധിധ്യാസോരാത്മമായാം, ആത്മമായാം ഭഗവാന്റെ സുഖീയമായ ശക്തി എന്താണ് എന്നുള്ളത് അറിയുന്നതിനും, അതുപോലെ ജീവസത്തകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ മനനം ചെയ്യുക എന്നുള്ള വാക്ക് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വിരാട് രൂപം ആഗ്രഹിച്ചപ്പോൾ അവിടെ എന്ത് ഹൃദയം നിരഭിദ്യത, ഹൃദയം ആവിഷ്കൃതമായി എന്നാണ് പറയുന്നത്. അപ്പൊ ഹൃദയത്തിന് 4 അറകളുള്ളതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ആർട്ടിക്കിൾ വെൻട്രിക്കിൾ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഹൃദയത്തിനുള്ളിൽ എന്താണ് കാര്യം? തത്തോ, അടുത്ത് പറയുന്നു, തത്തോ മനശ്ചന്ദ്ര ഇതി സങ്കല്പ കാമ ഏവച്ച. മനശ്ചന്ദ്ര, മനസ്സ് രൂപീകൃതമായി. അപ്പൊ മനസ്സ് എവിടെയായിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അല്ലെ. ഇവിടെ ഇപ്പം ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ഹൃദയവും മനസ്സുമായിട്ടാണ് ചേർത്ത് പറയുന്നത്. ഹൃദയത്തിൽ ഭഗവാൻ ആ ഒരു വിരാട് രൂപത്തിന്റെ മനസ്സ് ഉത്പന്നമായി. ഇവിടെ വിവർത്തനം പറയുന്നു, അനന്തരം ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വകീയ ശക്തിയുടെ ലീലകളെ കുറിച്ച് മനനം ചെയ്യാനുള്ള ഇച്ഛയുണ്ടായപ്പോൾ ഹൃദയം, മനസ്സ്, ചന്ദ്രൻ, നിശ്ചയം, കാമം ഇത്യാദികൾ ആവിഷ്കൃതമായി തീർന്നു. അപ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ ആണ് എന്ത് വരുന്നത്? മനസ്സ് വരുന്നത്. അപ്പൊ ഹൃദയവും
ഹൃദയമില്ല എങ്കിൽ എന്തില്ല? മനസ്സില്ല എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിശ്ചയം, കാമം. നമ്മൾ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുന്ന എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്, അല്ലെ? ഹൃദയത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ മനസ്സിൽ ഞാനൊന്നും ചിന്തിച്ചു പോലുമില്ല എന്ന് പറയും, അല്ലെ? മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, മനസ്സുകൊണ്ട് നമ്മൾ അഭിലഷിക്കുന്നു, അത് വേണം, ഇത് വേണം, എന്തെല്ലാം വേണം, അല്ലെങ്കിൽ എനിക്കത് വേണ്ട, അല്ലെ, എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നു. ഒക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? മനസ്സ് വെച്ചാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നിശ്ചയം. എന്തെങ്കിലും ഒരു കാര്യം നിശ്ചയിക്കുന്നത്, അപ്പോ ചിന്തിക്കുന്നത്, അഭിലഷിക്കുന്നത്, കാമം ഒക്കെയും വരുന്നത് നമ്മുടെ മനസ്സിലാണ്. ഈ മനസ്സ് എവിടെയാണ് ഉൾപ്പെടുന്നത്? ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ചന്ദ്രൻ എങ്ങനെ വന്നു? ചന്ദ്രൻ മനസ്സിന്റെ അതിദേവതയാണ്. മനസ്സ് എന്നുള്ളതിന്റെ ഒരു ദേവത, നിയന്ത്രക ദേവത എന്ന് പറയുന്നത് ആരാണ്? ചന്ദ്രനാണ്. അതുകൊണ്ടാണ് അവിടെ മനശ്ചന്ദ്ര എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഉത്പത്തിയായി ചന്ദ്രൻ അവിടേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാന്റെ ആജ്ഞപ്രകാരം ആ ഒരു ഡെമിഗോഡ്, അല്ലെ, ചന്ദ്രൻ അങ്ങോട്ടേക്ക് സഞ്ചരിച്ച് ആ ഒരു അവയവത്തിലേക്ക് ഇരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നത് എന്താണ്? അതിനുശേഷം മനസ്സ്, നിയന്ത്രകദേവൻ ചന്ദ്രൻ, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, ഫങ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സട്ടിൽ അല്ലെങ്കിൽ മനസ്സിന്റെ കഴിവുകൾ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുപോലെ ഇവിടെ മനസ്സിന്റെ കാര്യങ്ങളാണ് സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ നേത്രത്തിന്റെ, കണ്ണുകൾക്ക് കാഴ്ച എന്നതുപോലെ മനസ്സിന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? ചിന്ത, വികാരം, പലതരം വികാരങ്ങൾ ഉടലെടുക്കുന്നത് എവിടെയാണ്? ഇമോഷൻസ്. നമ്മുടെ ചിരിക്കുക, കളിക്കുക, എന്താ പറയാ, വികാരങ്ങൾ നമുക്ക് കാമ, ക്രോധ, അല്ലെ, മത, മാത്സര്യ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? മനസ്സിലാണ്. അപ്പൊ അങ്ങനെയുള്ള വികാരങ്ങള്, അഭിലാഷങ്ങൾ, ഇവയെല്ലാം ഉടലെടുക്കുന്നത് മനസ്സിലാണ്. ഇനി മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഹൃദയത്തിന്റെ ആവിർഭാവം കൂടാതെ കഴിയുകയില്ല. അതുകൊണ്ടാണ് അവിടെ ഹൃദയം ഉടലെടുത്തു എന്നുള്ളത് ആദ്യം പറയുന്നത്, പിന്നീട് മനസ്സ് പറയുന്നത്. അപ്പൊ ഭാവത്തിൽ നമുക്ക് പ്രഭാതർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഹൃദയമില്ലാണ്ട്, അതിന്റെ ആവിർഭാവം ഇല്ലാണ്ട് മനസ്സ് ഉടലെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളത്. പിന്നീട് എന്താ പറയുന്നത്? ഭൗതിക സൃഷ്ടിയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുവാൻ ഭഗവാൻ ഇച്ഛിക്കുമ്പോൾ ഹൃദയം ആവിഷ്കൃതമായി തീരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു ജീവസത്തകളൊക്കെ ഉടലെടുക്കുന്നതിന് മുന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ വിരാട് രൂപത്തിൽ ഇതെല്ലാം എങ്ങനെയാണോ ഉടലെടുത്തത്, അതേപോലെയാണ് സൃഷ്ടിയില് നമ്മുടെ ശരീരത്തെ, ജീവസത്തകളില് ഇതുപോലെ ഓരോരോ അവയവങ്ങളും ഉടലെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ മനസ്സ്, ഇതിന്റെ സൃഷ്ടിക്ക് ഓരോരോ ഘട്ടങ്ങളുണ്ട്. അത് നമ്മൾ 3ാമത്തെ ക്യാൻറ്റോയിൽ പഠിക്കും. അപ്പൊ മനസ്സ് ഉടലെടുക്കുന്ന ഇത് ആ ഒരു എത്രാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ 5ാമത്തെ സ്റ്റേജ് എന്നാണ് പറഞ്ഞു തരുന്നത് നമുക്ക്. 5ാമത്തെ സ്റ്റേജിലാണ് മനസ്സ് നമ്മുടെ ശരീരത്തിൽ ഉടലെടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സെന്ന് പറയുമ്പോൾ ആ മനസ്സിനുള്ളിൽ എന്താ, ഹൃദയത്തില് 4 ഇതാണ് ഉള്ളത് എന്ന് പറഞ്ഞു, 4 അറകളുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു, അല്ലെ? അതിൽ വരുന്നത് 4 വരുന്നത് എന്ന് പറഞ്ഞാല് മനസ്സ്, ബുദ്ധി, പിന്നെ മിഥ്യാഹങ്കാരം, അതുപോലെ തന്നെ ചിത്തം. ഈ 4 അവിടെ വരുന്നതായിട്ട് പറയുന്നത്. നമ്മൾ മനസ്സ്, മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ഈഗോ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെ? മൈൻഡ്, ഇന്റലിജൻസ്, ഫോൾസ് ഈഗോ, പിന്നെ ചിത്തം. ചിത്തം എന്ന് പറയുമ്പോൾ കോൺഷ്യസ്നെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, അവബോധം, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പൊ മൈൻഡ് വരുന്നത് പറഞ്ഞു. ഇനി ഇന്റലിജൻസ്, ബുദ്ധി, നമുക്ക് അറിയാലോ, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാണ് എന്ത് കാര്യത്തെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. എന്തിനേയും തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധി ഇല്ലാതെ പോയി, ഒരു തിരിച്ചറിവ് ബുദ്ധി ഇല്ലാതെ പോയി എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെ? എന്തിനേയും തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരു ബുദ്ധി വേണം. പിന്നെ ഫോൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡന്റിറ്റി, നാം എന്താണെന്നുള്ള, നമ്മൾ ഭഗവാനാണോ, അതോ നമുക്ക് ഭഗവാന്റെ നിയന്ത്രണത്തിന് കീഴിൽ ഈശ്വര സർവകാരണം എന്നുള്ളത് നമ്മൾ പറയും, അല്ലെ? ഭഗവാനാണ് സർവ്വതിന്റെയും കാരണക്കാരൻ എന്നുള്ളത് മനസ്സിലാക്കിയാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ശരീരമാണ് നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ആത്മാവാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ആത്മാവ് മാത്രമാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു തിരിച്ചറിവ്, ആ തിരിച്ചറിവ് ഇല്ലാതെ നമ്മുടെ ഐഡന്റിറ്റിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോഴാണ് എന്ത് വരുന്നത്? മിഥ്യാഹങ്കാരം അല്ലെങ്കിൽ ഫോൾസ് ഈഗോ ഉണ്ടാകുന്നത്. ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ ഞാൻ നടക്കുകയാണെങ്കിൽ എനിക്ക് എന്തുണ്ട്? ഫോൾസ് ഈഗോ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി ഫോൾസ് ഈഗോ ഇല്ലാതെ വരുന്ന എപ്പോഴാ? ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ഫോൾസ് ആയിട്ടുള്ള ഈഗോ ഐഡന്റിറ്റി നമ്മൾ ചിന്തിക്കാതെ നടക്കുമ്പോൾ നമുക്ക് ഫോൾസ് ഈഗോ ഇല്ല. ശരിക്കും ഈഗോ എന്ന് പറഞ്ഞാൽ ട്രൂ ഈഗോയും ഉണ്ട്, ഫോൾസ് ഈഗോയും ഉണ്ട്. ഫോൾസ് എന്ന് പറഞ്ഞാൽ മിഥ്യ, ഇല്ലാത്തതിന് ഉണ്ടെന്ന് ചിന്തിക്കുക.
അതാണ് അവിടെ മിഥ്യ അല്ലെങ്കിൽ ഫോൾസ് ഈഗോ എന്ന് പറയുന്നത്. ഫോൾസ് ആയിട്ടുള്ള കാര്യം, ഇല്ലാത്തത് ചിന്തിക്കുക. അപ്പൊ ശരീരം എന്ന് പറയുന്നത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചിന്തിക്കും? ഈ ശരീരം ഞാനാണ് എന്ന്. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, അല്ലെ? ഒരു ആത്മാവ് മാത്രമാണ് ഞാൻ. ഇത് ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് നമ്മൾ ഇടുമ്പോ എങ്ങനെയാണോ അതുപോലെ ഞാൻ എന്ന ആത്മാവ് ഈ ശരീരം എന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു. നമ്മൾ 2nd ചാപ്റ്ററിൽ ഭഗവത്ഗീതയിൽ അത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. അത് പഠിക്കുന്നത് 15.7. പിന്നെ അത് കഴിഞ്ഞാല് നമ്മള് ഭഗവാന്റെ ദാസന്മാരാണ്. ആ ഒരു ചിന്ത, നമ്മൾ ഭഗവത് ദാസന്മാരാണ്, അല്ലാതെ നമ്മളല്ല കൺട്രോളർ. ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൺട്രോളർ ആണെന്ന് കരുതിയിട്ട് നമ്മൾ സ്വയം അഹങ്കരിച്ച് ഇരിക്കുന്നു. അത് 5.29 ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭോക്താര എന്തായിരുന്നു ശ്ലോകം? ഭോക്താരം തപസ്സാം സർവലോക മഹേശ്വരം, അല്ലെ? ആ ഒരു ശ്ലോകം. അപ്പൊ സർവലോക മഹേശ്വരം ആരാ? ഭഗവാനാണ്. യജ്ഞത്തിന്റെയും തപസ്സുകളുടെയും ഒക്കെയും ഭോക്താവെന്ന് പറയുന്നത് ഭഗവാനാണ്. എല്ലാറ്റിന്റെയും പതി, ശ്രീപതി ഒക്കെയും ഭഗവാനാണ്. ഇതെല്ലാം താനാണ്, തന്റെ അധ്വാനത്താലാണ് എല്ലാം നേടുന്നത് എന്നുള്ള ചിന്തയിൽ കഴിയുന്നവര് മിഥ്യ അഹങ്കാരികളാണ്. മിഥ്യാഹംഭാവത്തോടുകൂടി, ഫോൾസിഗോടുകൂടി ജീവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ ട്രൂ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാല് ശുദ്ധ ഭക്തര്, പരിശുദ്ധ ഭക്തര്, വൈഷ്ണവരെന്ത് ചെയ്യുന്നു? ഒക്കെയും ഭഗവാന്റെ കൺട്രോളിലാണ്. ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഞാൻ ഭഗവാന്റെ ഒരു അംശം മാത്രമാണ്. അതിന്റെ ക്വാളിറ്റിയും എല്ലാം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് അത്രയും ക്വാണ്ടിറ്റി, അത്രയും തന്നെ ഗുണഗണങ്ങൾ, ഭഗവാന്റെ അത്രയും ഐശ്വര്യവും ആ ഒരു ഷഡ് ഐശ്വര്യങ്ങൾ ഭഗവാനുണ്ട്. എനിക്കതിന്റെ ഫുൾ എനിക്കില്ല, എനിക്കതിന്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ. എനിക്ക് ഐശ്വര്യം എല്ലാം ഉണ്ട്, എനിക്ക് ഇത്രയും പണമുണ്ട്, ഇതുകൊണ്ട് എനിക്ക് എല്ലാം നേടാം എന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ വിദ്യാഹംഭാവികളായിട്ട് ജീവിക്കുക, ഫോൾസ് ഈഗോ. ഈ ശരീരം എന്നും നിലനിൽക്കും. ഞാൻ ഈ ശരീരം, ഇപ്പൊ നമ്മൾ ഗീത പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ വിചാരിച്ചിരുന്നത്? ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണോ എന്നുള്ളതാ, അല്ലെ? പക്ഷെ ഈ ശരീരം എല്ലാം ജീർണിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ തിരിച്ച് നമ്മൾ എന്നായാലും പോകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി തിരിച്ച് ഇനി വീണ്ടും ജനിമൃതി ചക്രത്തിൽ പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കണം. പക്ഷെ നമ്മൾ സമ്പാദിക്കുന്നതെല്ലാം ഈ ശരീരത്തിന് വേണ്ടിയാണ്. ഈ ശരീരത്തിൽ നിന്ന് ഉൽപ്പത്തിയാക്കപ്പെട്ട പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ ഭൗതിക ലോകത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം എന്താണ്? ഫോൾസ് ഈഗോയാണ് നമ്മുടെ. അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ആത്മാവാണ്, അതിനെ ശുദ്ധീകരിക്കുക. ആത്മാവ് ശുദ്ധത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലുള്ള കൽമഷങ്ങൾ കാരണം നമ്മൾ എപ്പോഴും ഈ ഒരു ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ പെട്ടുപോകുന്നു. അപ്പോഴാണ് നമ്മൾ മിഥ്യാ അഭിമാനത്തിലും മിഥ്യാ അഹങ്കാരത്തിലും ആയിപ്പോണത്. അതാണ് ഫോൾസ് ഈഗോ. ഹരേ കൃഷ്ണ. മനസ്സിലായോ? പൂജാവേദിയിൽ ഒരു കലശത്തിൽ വാഴയിലയും തെങ്ങോലയും വെക്കുന്നതിനായി പ്രഭു ഫാദറുടെ ആധ്യാത്മിക ഭ്രാതാവായ പുരി മഹാരാജാവ് ഒരു കോവണി വഴി ആ കുഴിയിലേക്ക് ഇറങ്ങി. അടുത്തതായി ഒരു പെട്ടിയിൽ സ്വർണ്ണനിർമ്മിതവും പത്മരാഗവും കൊണ്ടുള്ള കണ്ണുകളോട് കൂടിയതുമായ അനന്തന്റെ മൂർത്തി വഹിച്ചുകൊണ്ട് പ്രഭു ഫാദർ കുഴിയിലേക്ക് ഇറങ്ങി. അന്ന് പ്രഭാതത്തിൽ നേരത്തെ പ്രഭു ഫാദർ തന്റെ കുടിലിൽ വെച്ച് രഹസ്യമായി ഏതാനും ശിഷ്യന്മാർക്ക് ആ മൂർത്തിയെ കാണിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, ഇത് അനന്ത ഭഗവാനാണ്. ഭഗവാൻ മഹാവിഷ്ണു വിശ്രമിക്കുന്ന സർപ്പശയ്യ. അദ്ദേഹം ഈ ക്ഷേത്രത്തെ തന്റെ ശിരസിൽ വഹിച്ചുകൊള്ളും. പ്രഭു ഫാദർ അനന്തശേഷനെ ഇഷ്ടിക കൊണ്ടുള്ള ആ വേദിയിൽ വെച്ചിട്ട് കോവണി വഴി മുകളിലേക്ക് കയറി. പിന്നീട് പ്രഭു ഫാദറുടെ സന്തോഷപൂർണമായ ക്ഷണമനുസരിച്ച് ഓരോരുത്തരും പുഷ്പങ്ങൾ, നാണയങ്ങൾ എന്നീ നേർച്ച വസ്തുക്കളും തുടർന്ന് ഓരോ പിടി മണ്ണും അവിടേക്ക് സമർപ്പിച്ചു. 5 ദിവസം നീണ്ടുനിന്ന ആ ഉത്സവത്തിന് ശേഷം പ്രഭു ഫാദർ മായാപൂർ വിട്ട് വൃന്ദാവനത്തിലേക്ക് പോയി. അവിടെ മറ്റൊരു കെട്ടിട നിർമ്മാണ ആരംഭത്തിന് അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു. മായാപൂരിലെ ആ ഭൂമി അപ്പോഴും അവികസിത സ്ഥിതിയിലായിരുന്നു. അതിനാൽ വികസനത്തിനു വേണ്ടി ധനശേഖരണം തുടരുവാൻ അദ്ദേഹം തന്റെ ഇന്ത്യയിലുള്ള ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. നാം മായാപൂരിൽ
ഒരു വർണ്ണോജ്വലമായ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ചേർന്ന് ആ പദ്ധതിക്ക് മൂർത്തരൂപം നൽകാൻ കഴിഞ്ഞാൽ അത് ലോകത്തിലെ കിടയറ്റ ഒന്നായിരിക്കും. അത് ആധ്യാത്മിക ജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്ന ഒരു അഖില ലോക കേന്ദ്രമായിരിക്കും. ലോകത്തെമ്പാടു നിന്നും വിദ്യാർത്ഥികൾ അവിടേക്ക് വരും. ദുഷ്ടരായ തത്വചിന്തകന്മാരുടെ നിരീശ്വരവാദപരവും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളോട് കൂടിയതുമായ പ്രവണതകളെ വിപ്ലവവിധേയമാക്കും. അതിനാൽ നാം ഈ മഹത് കർമ്മത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഒരു നിമിഷം പോലും നാം ഇസ്കോണിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് വിട്ടുമാറി നിന്നുകൂടാ. അതാണ് നിങ്ങളോടെല്ലാമുള്ള എൻ്റെ അഭ്യർത്ഥന. രമണ രീതിയിലെ ഭൂമി സംബന്ധിച്ചുള്ള ഇടപാട് തീർക്കുവാൻ പ്രഭുഫാദറും ശ്രീയസും മധുരയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഒരു ചർച്ച നടത്തി. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ അവർ അത് സംബന്ധിച്ച ഔപചാരികമായ കൃത്യങ്ങൾ പൂർത്തിയാക്കി. വൃന്ദാവനത്തിൽ തനിക്ക് ഒരു നല്ല സ്ഥലം സമ്പാദിക്കുവാൻ കഴിഞ്ഞത് കൃഷ്ണന്റെ അനുഗ്രഹമായിട്ടാണ് പ്രഭുഫാദർ കരുതിയത്. ഒരു പുതിയ പദ്ധതിയിൽ തന്നെ സഹായിക്കുവാനായി കഴിയുന്നത്ര ആളുകളെ അയച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അമേരിക്കയിലുള്ള GBC സെക്രട്ടറിക്ക് എഴുതി. ജീവ ഗോസ്വാമിയുടെ പേരിൽ വൃന്ദാവനത്തിൽ ആധ്യാത്മിക ജീവിതം പുനരാരംഭിക്കുവാൻ ഒരു ഉത്തമ കേന്ദ്രം പടുത്തുയർത്തുക എന്ന തന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. പ്രഭുഫാദർ തന്റെ ഭാരതീയ ശിഷ്യന്മാരിൽ ഒരാളായ ക്ഷീരോദക ശായിയോട് പറഞ്ഞു, ഈ അവസരത്തിൽ അതിബൃഹത്തായ അളവിൽ പ്രസാദം തയ്യാറാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വൃന്ദാവനത്തിലുള്ള എല്ലാവരെയും പ്രസാദം സേവിക്കുന്നതിനായി ക്ഷണിക്കണം. 2 ദിവസം കഴിഞ്ഞ് 100ഓളം പേരുടെ സാന്നിധ്യത്തിൽ പ്രഭുഫാദർ രമണരീതിയിലെ ശിലാസ്ഥാപന കർമ്മം നടത്തി. വീണ്ടും അദ്ദേഹം ശിലാസ്ഥാപനാർത്ഥം നിർമ്മിച്ച കുഴിയിൽ ഇറങ്ങി ആ ക്ഷേത്രം ശിരസിൽ വഹിക്കേണ്ട അനന്തന്റെ മൂർത്തി അവിടെ സ്ഥാപിച്ചു. എന്നാൽ ആ രാത്രിയിൽ വൈകിയ നേരത്ത് ആ സ്ഥലം ആക്രമിക്കപ്പെട്ടു. ആ പ്രദേശത്ത് ഒരു സാധു എന്ന നിലയിൽ പ്രസിദ്ധി ആർജിച്ച ഒരു പ്രായം കൂടിയ ഇന്ത്യൻ വിധവ താൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ശ്രീയസ് ആ സ്ഥലം തനിക്ക് നൽകാത്തതിൽ വളരെ ക്രുദ്ധയായിരുന്നു. അന്നു രാത്രി ശിലാസ്ഥാപനം നടത്തിയ ഇഷ്ടികത്തറ പൊളിച്ചു കളയാനും അന്ന് പകൽ സമയത്ത് പൂക്കളാലും വിശുദ്ധ ദ്രവ്യങ്ങളാലും നിറയ്ക്കപ്പെട്ടിരുന്ന ആ കുഴി അശുദ്ധമാക്കുവാനും വേണ്ടി ആ വിധവ ഗൂണ്ടകളെ നിയോഗിച്ചു. ഗൂണ്ടകൾ ആ കുഴി വെട്ടി തുറന്ന് അതിൽ ചപ്പുചവറുകളിട്ട് നിറയ്ക്കുകയും ആ ഭൂമിയുടെ മാറിയ ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്ന ബോർഡ് ആ കുഴിയിൽ സ്ഥാപിച്ചിരുന്നത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. നടന്ന സംഭവങ്ങളെ കുറിച്ച് അറിയുമ്പോൾ പ്രഭുഫാദർ രാധാ ദാമോദര ക്ഷേത്രത്തിലെ തന്റെ മുറിയിലായിരുന്നു. അദ്ദേഹം രോഷാകുലനാവുകയും സ്ഥലത്തിന്റെ പ്രമാണം പോലീസിനെ കാണിക്കുവാൻ തന്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഒട്ടേറെ പോലീസുകാർ ആ സ്ഥലത്തിന് കാവൽ നിന്നു. ആ വാടക ഗുണ്ടകൾ വീണ്ടും വന്നപ്പോൾ ഇനി എന്തെങ്കിലും ശല്യമുണ്ടാക്കിയാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് താക്കീത് നൽകി. അങ്ങനെ അത് അവസാനിച്ചു. ഒരു ഭക്തനാകുന്നത് വഴി ഒരുവൻ ധാരാളം ശത്രുക്കളെ സമ്പാദിക്കുമെന്ന് പ്രഭുഫാദർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇസ്കോൺ ആ സ്ഥലം കൈവശത്തിൽ എടുത്താലുടൻ തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയേണ്ടതാണെന്നും പ്രഭുഫാദറുടെ ഉറച്ച വിശ്വാസത്തിന് സ്ഥിരീകരണം നൽകുന്നതുമായിരുന്നു ആ സംഭവം. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന കാലത്ത് അവർ സ്ഥലത്തിന് ചുറ്റും വേലികെട്ടുകയും ചെറിയ കുടിലുകൾ നിർമ്മിച്ച് അതിൽ താമസിക്കുകയെങ്കിലും വേണം. തേജസ് ഇത് കൃഷ്ണ ബലരാമ ക്ഷേത്രമായിരിക്കും. പ്രഭുഫാദർ പറഞ്ഞു, എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വാസ്തവത്തിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അത് ഒരു
അകന്നൊഴിഞ്ഞ സ്ഥലമാണെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. അത് യഥാർത്ഥത്തിൽ രമണരീതി തന്നെയായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് അത്രയ്ക്ക് വിജനമായ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ വളരെയധികം കൊള്ളക്കാർ ആ ഭാഗത്ത് താമസിച്ചിരുന്നു. നാം ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം സ്ഥാപിച്ചാൽ ആരും തന്നെ അവിടേക്ക് വരികയുണ്ടാവില്ല എന്ന് ഞങ്ങൾ വിചാരിച്ചു. കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നാൽ അവിടേക്ക് ഏവരും വരും എന്നായിരുന്നു പ്രഭു ഫാദറുടെ പ്രതികരണം. പ്രഭു ഫാദറുടെ സെക്രട്ടറിയായ ശ്യാമസുന്ദരൻ പുതിയതായി വാങ്ങിയ വൃന്ദാവനത്തിലെ സ്ഥലത്തെക്കുറിച്ച് തന്റെ ഒരു ആധ്യാത്മിക പ്രാതാവിന് എഴുതി. ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് പ്രഭു ഫാദർ രാധാ ദാമോദര ക്ഷേത്രത്തിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന കൃഷ്ണൻ വനത്തിൽ കൂട്ടുകാരോടുമൊത്ത് ലീലകൾ ആടിയിരുന്ന രമണരതിയിലെ ദാനം കിട്ടിയ 4800 ചതുരശ്ര വാര വിസ്തൃതിയുള്ള സ്ഥലത്തിന്റെ ഇടപാട് പൂർത്തിയാക്കി. പ്രഭു ഫാദർ ഭൂമി അളക്കുകയും സ്വന്തം കൊതുക് വലയിലെ ചരടുപയോഗിച്ച് കൂടിയാലോചനകൾ നടത്തുകയും പ്ലാനുകൾ വരയ്ക്കുകയും പ്രമാണം തയ്യാറാക്കുകയും ചെയ്തു. അതിർത്തിയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയി ക്ഷണത്തിൽ രേഖകൾ ഒപ്പും മുദ്രയും വെപ്പിച്ച് കയ്യിൽ വാങ്ങി. യു എസിൽ നിന്ന് കുറഞ്ഞ പക്ഷം 50 പേർ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് വരണം എന്ന് പ്രഭു ഫാദർ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ നമുക്ക് തികച്ചും ഒരു ഉറച്ച പരിപാടിയെങ്കിലും ഉണ്ട്. മായാപ്പൂരിലും വൃന്ദാവനത്തിലും ബോംബെയിലും ബൃഹത്തായ പ്രൊജക്ടുകൾ എല്ലായിടത്തും സ്ഥലം വാങ്ങുകയും ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം പ്രഭു ഫാദർ തന്നെ. എന്നാൽ ഈ ഭാരിച്ച കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നതിന് ഞങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇവിടെയുള്ളൂ. സമിതി കൈകാര്യം ചെയ്തിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ പദ്ധതികളാണിവ. ഈ മൂന്ന് സ്ഥലങ്ങളുടെയും വികസനം ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഇതുവരെ വിഭാവനം ചെയ്തിട്ടുള്ളവയിൽ വെച്ച് പ്രഭു ഫാദർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് ഈ 3 പ്രൊജക്ടുകളും. പ്രഭു ഫാദർ ബോംബെയിൽ ഇല്ലാതിരുന്ന 1 മാസത്തിനുള്ളിൽ അദ്ദേഹം ബോംബ വിട്ടത് ഫെബ്രുവരി 10-നായിരുന്നു. 50,000 രൂപ നിശ്ചയമനുസരിച്ച് കരാറുകാരന് കൊടുക്കുകയുണ്ടായി. ആദ്യമായി പതുക്കെ ഏതാനും ഭക്തന്മാർ ജുഹുവിലെ ആ സ്ഥലത്തേക്ക് താമസം മാറ്റി. കൂടാരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. രാത്രിയിൽ എലിയും കൊതുകുകളും ഭക്തരെ ഉപദ്രവിച്ചിരുന്നു. വളർന്നു മുറ്റിയിരുന്ന കളകൾ നീക്കം ചെയ്യുന്നതിനിടയ്ക്ക് അവർ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കവിഞ്ഞൊഴുകുന്ന മലിനജലവും കണ്ടെത്തുകയുണ്ടായി. പ്രഭു ഫാദറുടെ അസാന്നിധ്യത്തിൽ അവരുടെ നിശ്ചയദാർഢ്യം ദുർബലമായി. എന്നാൽ പ്രഭു ഫാദർ ബോംബെ പ്രൊജക്ടിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്ന ബ്രഹ്മാനന്ദ സ്വാമി അപ്പോൾ കൽക്കട്ടയിൽ നിന്ന് മടങ്ങിയെത്തി. അവിടെ അദ്ദേഹം പ്രഭു ഫാദറിനൊത്ത് കഴിയുകയായിരുന്നതിനാൽ പ്രഭു ഫാദറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരുന്നു. അദ്ദേഹം ഭക്തന്മാർക്ക് പുതിയ ആവേശം പകർന്നു. അവർക്ക് ആ സ്ഥലം തെളിച്ച് ഉടൻ തന്നെ ഒരു പന്തൽ നിർമ്മിക്കേണ്ടതുണ്ട്. ബ്രഹ്മാനന്ദൻ മുമ്പൊരിക്കലും ഒരു പന്തൽ പരിപാടി നടത്തിയിരുന്നില്ല. എന്തായാലും ഭക്തന്മാർക്ക് താമസിക്കുന്നതിനുള്ള ഓലമേഞ്ഞ വീടുകളും ഒരു ഉത്സവ കൂടാരവും നിർമ്മിക്കുന്നതിന് അദ്ദേഹം ഒരു കോൺട്രാക്ടറെ ചുമതലപ്പെടുത്തി. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ഭക്തന്മാർ ആ ഭൂമി നന്നായി തെളിച്ചു കൊടുക്കേണ്ടിയിരുന്നു. സമിതിയുടെ ഒരു ആജീവനാന്ത അംഗമായ ശ്രീ സേതി കളകളും മറ്റ് സസ്യജാലങ്ങളും ഒഴിപ്പിക്കുവാൻ ഒരു സംഘം ജോലിക്കാരെ കൂലിക്ക് വിളിച്ചു കൊടുക്കുകയും
അംഗങ്ങളായ മറ്റു സുഹൃത്തുക്കൾ സഹായിക്കുവാൻ മുന്നോട്ട് വരികയും ചെയ്തു. ആ നിലം വെട്ടിത്തെളിക്കുന്ന ജോലിക്ക് കൂലിക്കാരായ തൊഴിലാളികളെ സംഘടിപ്പിക്കുവാൻ സഹായിയായ ശ്രീ മേത്രയെ അയച്ചു കൊടുത്ത് സഹായിക്കുവാൻ ശ്രീ എൻ സന്നദ്ധനായി. പ്രഭുപാദരുടെ മടങ്ങിവരവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്നതിൽ ഭക്തന്മാരും വ്യാപൃതരായി. പ്രഭുപാദർ 1971 ബോംബെയിൽ പ്രതിഷ്ഠിച്ചിരുന്ന രാധാകൃഷ്ണമൂർത്തിയായ ശ്രീ രാസവിഹാരി ഒട്ടേറെ ഭക്തന്മാരുടെ മടിത്തട്ടുകളിലായി സ്ഥാനം പിടിച്ചുകൊണ്ട് ഒരു ടാക്സിയിൽ യാത്ര ചെയ്ത് ഇസ്കോണിന്റെ ഹരേ കൃഷ്ണ ഭൂമിയിൽ വന്നണഞ്ഞു. അവർ മുമ്പും സ്ഥലമാറ്റങ്ങൾ നടത്തിയിരുന്നു. ഇത്തവണ അവരുടെ വാസസ്ഥാനം ഒരു കൂടാരമായിരുന്നു. രൊക്കം കൊടുക്കേണ്ട പണം നൽകിക്കഴിഞ്ഞാൽ ഉടൻ രാസവിഹാരി മൂർത്തികൾ ജുഹുവിലേക്ക് മാറ്റപ്പെടണമെന്ന് പ്രഭുപാദർ നിർദ്ദേശം നൽകിയിട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പല ഭക്തന്മാരും ചോദ്യം ചെയ്യുകയുണ്ടായി. വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും മുമ്പ് ആ മൂർത്തികളെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവരെ എടുത്തു മാറ്റുവാൻ സാധ്യമല്ല എന്ന് പ്രഭുപാദർ പറഞ്ഞിരുന്നു. രാധാരാസവിഹാരിക്ക് അനുഷ്ഠിക്കേണ്ട പൂജാവിധികളെ കുറിച്ച് മറ്റാരേക്കാളും കൂടുതൽ പ്രഭുപാദർക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഊന്നൽ നൽകേണ്ടത് ആ ഭൂമി സുരക്ഷിതമായി കൈവശം വയ്ക്കുന്നതിലാണ്. അവർ സ്വയം രാധാകൃഷ്ണ ഭൂമിയിൽ വാസമുറപ്പിച്ച് അതിന്മേലുള്ള തങ്ങളുടെ ഉടമസ്ഥാവകാശം എടുക്കാത്ത പക്ഷം തനിക്കെങ്ങനെ ആ രാസ വിഹാരിക്ക് വാക്ക് നൽകിയ സിംഹാസനവും ക്ഷേത്രവും ആത്യന്തികമായി പ്രദാനം ചെയ്യുവാൻ കഴിയും എന്നീ പ്രകാരം അദ്ദേഹം യുക്തിവിചാരം നടത്തി. രാധാരാസവിഹാരിയുടെ ജുഹുവിലെ ആഗമനം ഭക്തന്മാർക്ക് കൂടുതൽ പ്രയാസങ്ങൾക്കിടയാക്കി. അവർക്ക് പ്രഭാത പൂജ മുടങ്ങാതെ നടത്തുന്നതിനും സൗകര്യങ്ങൾ കുറഞ്ഞ അടുക്കളയിൽ ദിവസം തോറും 6 പ്രാവശ്യം നിവേദ്യം പാകം ചെയ്യുന്നതിനും വളരെ പണിപ്പെടേണ്ടി വന്നു. രാധാരാസവിഹാരിയുടെ കൂടാരം പോലും മോശമായ നിലയിലുള്ളതായിരുന്നു. അത് കാറ്റടിക്കുമ്പോൾ ആടിക്കൊണ്ടിരുന്നു. എന്തായാലും ശ്രീല പ്രഭുപാദർ ആ നടപടി അനുപേക്ഷണീയമായ തന്ത്രമായിട്ടാണ് വീക്ഷിച്ചത്. എന്നാൽ ഭഗവാൻ കൃഷ്ണനോട് ഈ അസൗകര്യങ്ങൾ സഹിക്കുവാൻ അദ്ദേഹം സ്വയം ആവശ്യപ്പെടുകയായിരുന്നതിനാൽ അർച്ചന മൂർത്തിയോട് അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്റെ പ്രിയപ്പെട്ട മഹാത്മൻ ദയവായി ഇവിടെ കഴിഞ്ഞുകൂടിയാലും ഞാൻ അങ്ങയ്ക്ക് ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചു തന്നുകൊള്ളാം. പ്രഭുപാദർ ബോംബെയിൽ മടങ്ങി വന്നപ്പോഴേക്കും രാസവിഹാരിമാരെ പന്തലിലെ വേദിയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. ആ ഉത്സവത്തിൽ സംബന്ധിക്കാനെത്തിയ ആളുകളുടെ എണ്ണം അത് ബോംബെ നഗരമധ്യത്തിൽ വെച്ച് നടത്തിയായിരുന്നു എങ്കിൽ ഉണ്ടാകുമായിരുന്നതിനേക്കാൾ കുറവായിരുന്നു. ഓരോ രാത്രിയിലും 500 പേരിൽ കൂടുതൽ വന്നിരുന്നില്ല. എങ്കിലും ശ്രീല പ്രഭുപാദർ സംതൃപ്തനായിരുന്നു. ഈ ഉത്സവം നടക്കുന്നത് തങ്ങളുടെ സ്വന്തം സ്ഥലത്താണല്ലോ. ഇത് ഒരു തുടക്കം മാത്രമാണ്. ദിവസങ്ങൾക്കകം പ്രഭുപാദർ നിലം വെട്ടലിന്റെ ആരംഭവും ശിലാസ്ഥാപനവും സംബന്ധിച്ച് ചടങ്ങ് നടത്തുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. ഭൂമിയുടെ മറ്റൊരു തന്ത്രം കഴിയുന്നത്ര നേരത്തെ ഒരു ക്ഷേത്രം പണിതീർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നിലയ്ക്ക് അത് കേവലം ഒരു തന്ത്രം മാത്രമായിരുന്നില്ല.
രാസവിഹാരി ഒരു കൂടാരത്തിൽ ഇരുന്നാൽ പോരാ, ഒരു മാർബിൾ വേദിക്കുമേൽ വെള്ളിയും തേക്കുതടിയും കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് സംരക്ഷിക്കപ്പെടണം. അവരുടെ ഭാഗത്തുമായി ലളിത, വിശാഖ എന്നീ ഗോപികമാരുടെ മൂർത്തികൾ സ്ഥാപിക്കണം. അവരുടെ ക്ഷേത്രത്തിന് 100 അടിയിലേറെ പൊക്കത്തിലുള്ള മകുടവും ഉണ്ടായിരിക്കണം. ദിവസം തോറും ദർശനത്തിന്, പ്രസാദ ഭക്ഷണത്തിനുമായി ജനസഹസ്രങ്ങൾ വരികയും വേണം. ഒരു ദിവസം രാവിലെ ഉത്സവ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഹരേ കൃഷ്ണ ഭൂമിയിലെ ഭക്തന്മാർ പ്രഭുപാദരോടൊപ്പം ഒരു ലളിതമായ ശിലാസ്ഥാപന കർമ്മത്തിൽ പങ്കെടുത്തു. അവർ ആ ശിവമൂർത്തത്തിന് വേണ്ടി ഒരു വലിയ കുഴി നിർമ്മിക്കുകയും അതിനു ചുറ്റും ഇഷ്ടികകൾ വയ്ക്കുകയും ചെയ്തു. പ്രഭുപാദർ കുഴിയിലിറങ്ങി മൂർത്തി സ്ഥാപിച്ചു. അനന്തരം പ്രഭുപാദർ ഒരു ലളിതമായ വേദിയിലിരുന്ന് ഒരു പിത്തള ചെങ്ങല കൊട്ടി കീർത്തനത്തിൽ പങ്കെടുത്തു. Hare Krishna, Prabhu. Thank you. Hare Krishna.